ഭീഷണികളും രാജ്യാന്തര സംഘർഷങ്ങളും പുതിയ തലത്തിലേക്ക് മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആയുധ മത്സരം വീണ്ടും ലോക ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ആ സമയം റഷ്യ തങ്ങളുടെ പ്രതിരോധ കെട്ടുറപ്പും ആണവശേഷിയും ഭൗമരാഷ്ട്രീയ സ്വാധീനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നിരവധിയായ പുതിയ ആയുധ സമ്പ്രദായങ്ങൾ വിപുലീകരിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആണവശേഷിയുള്ള ഒരേഷ്നിക് മിസൈലുകൾ ബെലാറസിൽ വിന്യസിച്ചിരിക്കുകയാണ് റഷ്യ. ബെലാറസിൽ വിന്യസിച്ചതോടെ റഷ്യൻ ആണവ മിസൈലുകൾക്ക് യൂറോപ്പിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൂടുതൽ വേഗത്തിലെത്താൻ കഴിയുമെന്ന് നിരീക്ഷകർ പറയുന്നു. ഏകദേശം 5500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് യൂറോപ്പിൽ എവിടെയും ആക്രമണം നടത്താൻ സാധിക്കും. റഷ്യയിൽ നിന്നും യുഎസിന്റെ പടിഞ്ഞാറൻ തീരത്ത് പോലും ആക്രമണം നടത്താൻ ഒരേഷ്നിക് മിസൈലിന് ശേഷിയുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ശബ്ദത്തിന്റെ 10 ഇരട്ടിയിലധികം വേഗമുള്ള ഈ മിസൈൽ തകർക്കുക എന്നത് അസാധ്യമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെട്ടു. നാറ്റോ അംഗങ്ങളായ പോളണ്ട്, ലിത്വാനിയ, ലാത്വിയ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബെലാറസ്. റഷ്യൻ, ബെലാറസ് പ്രതിരോധ മന്ത്രാലയങ്ങൾ പുറത്തുവിട്ട വീഡിയോയിൽ മിസൈലുകൾ വനത്തിലേക്ക് കൊണ്ടുപോകുന്നതും വലകൾ ഉപയോഗിച്ച് മറയ്ക്കുന്നതും കാണാം. എന്നാൽ മിസൈൽ സംവിധാനം ബെലാറസിൽ എവിടെയാണ് സ്ഥാപിച്ചത് എന്നതിൽ വ്യക്തതയില്ല. ഒരേഷ്നിക് മിസൈലുകൾ രാജ്യത്തിന്റെ നിശ്ചിത പ്രദേശങ്ങളിൽ സൈനിക ദൗത്യം ആരംഭിച്ചുവെന്ന് ബെലാറസിന്റെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യയ്ക്കുള്ളിൽ ആഴത്തിൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ യുക്രൈന് നൽകുന്നതിൽ നിന്ന് നാറ്റോ രാജ്യങ്ങളെ പിന്തിരിപ്പിക്കാൻ റഷ്യ ശ്രമം തുടരുന്നതിനിടെയാണ് ഈ നീക്കമെന്ന് ശ്രദ്ധേയമാണ്. അതേസമയം 2025 ലോക ശ്രദ്ധയാകർഷിച്ച മറ്റൊരു പ്രധാന റഷ്യൻ ആയുധമാണ് ബ്യൂറാവെസ്നിക് എന്ന ക്രൂയിസ് മിസൈൽ. ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനാണ് ഇതിന്റെ പ്രത്യേകത. സാധാരണ മിസൈലുകൾക്ക് ഇന്ധന പരിധിയുണ്ടെങ്കിൽ ഇതിന് സിദ്ധാന്തപരമായ ലോകം മുഴുവൻ എത്ര നേരം വേണമെങ്കിലും പറന്നു നടക്കാൻ സാധിക്കും. പരീക്ഷണ പറക്കലിൽ 15 മണിക്കൂറിലധികം വായുവിൽ തങ്ങി 14,000 കിലോമീറ്ററിലധികം ദൂരം ഇത് പിന്നിട്ടു. വെറും നിമിഷങ്ങൾക്കുള്ളിൽ പ്രവർത്തന സജ്ജമാകുന്ന ഇതിന്റെ ആണവ സാങ്കേതിക വിദ്യ വലിയൊരു നേട്ടമാണെന്ന് പുടിൻ അവകാശപ്പെട്ടു. ഭാവിയിൽ പ്രതിരോധ മേഖലയ്ക്ക് പുറമെ മറ്റാവശ്യങ്ങൾക്കും ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ബ്യൂറാവെസ്നിക്കിന് പിന്നാലെ റഷ്യ അവതരിപ്പിച്ച മറ്റൊരു മാരകായുധമാണ് പോസിഡോൺ എന്ന ആണവ സീ ഡ്രോൺ. കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ചെറിയ അന്തർവാഹിനി പോലെയാണിത്. ശത്രുരാജ്യങ്ങളുടെ തീരപ്രദേശങ്ങളിൽ വൻ സുനാമി തിരമാലകൾ വരെ സൃഷ്ടിച്ച് നഗരങ്ങളെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ടെന്ന് കരുതപ്പെടുന്നു. അതിവേഗത്തിൽ സഞ്ചരിക്കാനും ശത്രുക്കളുടെ ചാരക്കണ്ണുകളിൽ പെടാതെ കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കാനും ഇതിന് കഴിയും. ഈ ഡ്രോണുകളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ഖബറോവ്സ്ക് എന്ന പ്രത്യേക അന്തർവാഹിനിയും റഷ്യ സജ്ജമാക്കിയിട്ടുണ്ട്. റഷ്യയുടെ വമ്പൻ മിസൈലുകളെക്കാൾ അപകടകാരിയാണ് ഈ സീ ഡ്രോണുകൾ എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. 2025 അവസാനത്തോടെ റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയ പ്രതിരോധ സംവിധാനമായ S-500 വിന്യസിച്ചു കഴിഞ്ഞു. അതിവേഗത്തിൽ വരുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെയും ബഹിരാകാശത്തിന് തൊട്ടുതാഴെ പറക്കുന്ന ശത്രു ലക്ഷ്യങ്ങളെയും തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. നിലവിലെ S-300, S-400 സിസ്റ്റങ്ങളെക്കാൾ കരുത്തനായ ഒരു സുരക്ഷാ കവചമാണിത്. റഷ്യയുടെ ഈ വമ്പിച്ച ആയുധ ശേഖരം ലോകത്തെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുകയാണ്. അതിവേഗ മിസൈലുകൾ, ആണവ ഡ്രോണുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന യുദ്ധമുറകൾ എന്നിവയിൽ ഭാവിയിൽ യുദ്ധത്തിന്റെ മുഖഛായ തന്നെ മാറ്റും. വേഗതയും കൃത്യതയും സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവുമാണ് ഈ യുദ്ധക്കളത്തിൽ നിർണായകമാവുക. 2025 റഷ്യയ്ക്ക് വലിയ നേട്ടങ്ങളുടെ വർഷമാണെങ്കിലും ഈ ആയുധങ്ങൾ ലോകത്ത് സമാധാനമാണോ അതോ പുതിയ സംഘർഷങ്ങളാണോ ഉണ്ടാക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.